നമ്മുടെയൊക്കെ ടൂത്ത് ബ്രഷുകൾ എപ്പോഴാണ് മാറ്റേണ്ടത്? ഇന്നും പലരും ഒരു വർഷമൊക്കെ ഒരേ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. എന്നാൽ ചിലർ 3-4 മാസം കൂടുമ്പോൾ മാറ്റുന്നവരുമുണ്ട്. എന്നാൽ ശരിക്കും എത്ര നാൾ വരെയാണ് ഒരു ബ്രഷ് ഉപയോഗിക്കേണ്ടത്? ടൂത്ത് ബ്രഷ് കൂടുതൽ നാൾ ഉപയോഗിക്കുമ്പോൾ വായ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? ഏത് തരത്തിലുള്ള ടൂത്ത് ബ്രഷാണ് ഒരു വ്യക്തി തിരഞ്ഞെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തരം വീഡിയോകളും ഈ ചാനലിലുണ്ട്. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഞാൻ ഡോക്ടർ സാറ, ഡെന്റൽ സർജനാണ്. വെൽക്കം ടു മൈ ചാനൽ. വായിലെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഇരിക്കാൻ ചെയ്യേണ്ട 5 കാര്യങ്ങളുണ്ട്. 1. എല്ലാവർക്കും അറിയുന്നത് പോലെ രാവിലെയും വൈകിട്ടും പല്ല് തേക്കുക. ശരിയായ ടൂത്ത് പേസ്റ്റ് തിരഞ്ഞെടുക്കുക. റെഗുലറായി പല്ലുകൾക്കിടയിൽ ഫ്ലോസ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡയറ്റ്. ലാസ്റ്റ് തമ്പ് റൂളായ ഡെന്റൽ വിസിറ്റുമാണ്. അതിൽ ബ്രഷിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ടൂത്ത് ബ്രഷ് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ബ്രഷിന് ഹെഡും ഹാൻഡിലും ഉണ്ടായിരിക്കും. അതിൽ തന്നെ തിക്കായിട്ടുള്ള ഹാൻഡിലുള്ള ടൂത്ത് ബ്രഷ് കുട്ടികൾക്കും കട്ടി കുറഞ്ഞ ഹാൻഡിലുള്ളത് മുതിർന്നവരുടേതുമാണ്. കാരണം ശരിയായ ടൂത്ത് ബ്രഷ് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ശരിയായി ബ്രഷ് മൂവ് ചെയ്യാനും കഴിയുകയില്ല. അപ്പോൾ ഹാൻഡിൽ കൃത്യമായി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. കൂടാതെ ടൂത്ത് ബ്രഷ് പായൽ എല്ലായിടത്തും എളുപ്പം മൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുമായിരിക്കണം ടൂത്ത് ബ്രഷിന്റെ ഹെഡ് ഉണ്ടായിരിക്കേണ്ടത്. ഒരിക്കലും നിങ്ങളുടെ ടൂത്ത് ബ്രഷ് ടൈറ്റായി ഹോൾഡ് ചെയ്യാൻ പാടുള്ളതല്ല. കാരണം ടൈറ്റായി ഹോൾഡ് ചെയ്താൽ പല്ല് തേക്കാനുള്ള മൂവ്മെന്റ്സ് വരുന്നത് എൽബോയിൽ നിന്നുമായിരിക്കും. അപ്പോൾ ഒരുപാട് പ്രഷർ നിങ്ങൾ അറിയാതെ തന്നെ പല്ലിലേക്ക് കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ പല്ല് തേക്കുന്നത്. അങ്ങനെ ഫോഴ്സ് കൊടുത്ത് പല്ല് തേക്കുന്നവരുടെ ടൂത്ത് ബ്രഷിന്റെ ഹെഡ് നോക്കിയാൽ അത് ഒരു ഫ്ലവർ പോലെയായിരിക്കും കാണുന്നത്. അതായത് ബ്രിസിൽസ് ബെൻഡായി വളഞ്ഞിരിക്കും. പിന്നെ ബ്രഷ് കളയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി ഇത്രയും ഹാർഡായി പല്ല് തേക്കാത്ത ഒരാളുടെ ബ്രഷിന്റെ ബ്രിസിൽസ് ചിലപ്പോൾ ഇങ്ങനെ ഡാമേജ് ആയിട്ടുണ്ടാവുകയില്ല. അപ്പോൾ അങ്ങനെ ബ്രിസിൽസ് ഡാമേജ് ആവാത്തവർ കൂടുതൽ നാൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഈ ബ്രിസിൽസ് വളഞ്ഞിട്ടില്ലെങ്കിലും 3 മാസം കഴിയുമ്പോൾ അത് സോഫ്റ്റ് ആയി വരും. അതുകൊണ്ട് ഡാമേജ് ആയിട്ടില്ലെങ്കിലും 3 മാസം കഴിഞ്ഞ് ബ്രഷ് ചേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ റെഗുലർ ബ്രഷിന്റെയും നോർമലായ ഒരു വ്യക്തിയുടെ പല്ലുകളുടെയും കാര്യമാണ് പറയുന്നത്. എന്നാൽ പല സിറ്റുവേഷനുകൾക്കനുസരിച്ച് പലതരം ബ്രഷുകളുണ്ട്. അതായത് പല്ലിൽ കമ്പി ഇട്ടിട്ടുള്ളവരാണെങ്കിൽ പല്ലുകൾ ക്ലീൻ ചെയ്യാനും ആ കമ്പി ഇട്ടിരിക്കുന്നതിന്റെ ഇടയിലൊക്കെ ഇരിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് ക്ലീൻ ചെയ്യാനൊക്കെയായി സ്പെഷ്യൽ ബ്രഷ് ഉണ്ട്. ഇനി പല കാരണങ്ങൾ കൊണ്ട് മോണ താഴേക്ക് ഇറങ്ങി വന്നിട്ടുള്ളവരാണെങ്കിൽ അവരുടെ പല്ലിനിടയിൽ സാധാരണയിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അത് ചിലപ്പോൾ എല്ലാ പല്ലുകൾക്കുമില്ലാതെ ചില പല്ലുകൾക്കിടയിൽ മാത്രമായിരിക്കും കൂടുതൽ ഗ്യാപ്പ് ഉള്ളത്. ഇങ്ങനെയുള്ള ഗ്യാപ്പുകളുടെ ഇടയിൽ ക്ലീൻ ചെയ്യാനുള്ളതാണ് ഇന്റർഡെന്റൽ ബ്രഷുകൾ. ഇനി ഈ ഗ്യാപ്പുകൾ ചെറിയതാണെങ്കിൽ സ്മോൾ ഇന്റർഡെന്റൽ ബ്രഷുകളാണ് ഉപയോഗിക്കേണ്ടത്. ഇനി വെപ്പ് പല്ല് വെക്കുന്നവരാണെങ്കിൽ അവ വൃത്തിയാക്കാൻ ഡെഞ്ചർ ക്ലീനിങ് ബ്രഷുകളുണ്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് പല ബ്രഷുകളുണ്ട്. നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ കണ്ടാൽ ഓരോ ബ്രഷും കൃത്യമായി എങ്ങനെ ഉപയോഗിക്കണം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതുതരം ബ്രഷുകളാണ് എന്നുള്ള അഡ്വൈസ് തരുന്നതാണ്. ഇനി ടൂത്ത് ബ്രഷ് മാറ്റാതെ കുറേ നാൾ ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമോ? ഒരു ടൂത്ത് ബ്രഷ് 3-4 ആഴ്ചയ്ക്കുള്ളിൽ അനേകം ബാക്ടീരിയകളുടെയും മറ്റ് അണുക്കളുടെയും താമസ സ്ഥലമായി മാറിക്കഴിയും. ദിവസവും ഇത് വായിലേക്കും പല്ലുകളിലേക്കും കടന്നു പോകുന്നത് കൊണ്ട് പല്ലിൽ പോടുകൾ, മോണരോഗങ്ങൾ, വായനാറ്റം എന്നിവ ഉണ്ടാകും. പിന്നെ ഒരിക്കലും ഒരാൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് മറ്റൊരാളുമായി ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്താൽ ക്രോസ് കണ്ടാമിനേഷനുള്ള സാധ്യതയുണ്ട്. അതായത് അവരിൽ പലതരം രോഗങ്ങൾ ഉണ്ടാക്കുന്ന അണുക്കൾ നമ്മളിലേക്കെത്തും. ഇത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി വീക്കാവാൻ കാരണമാകും. ഈ ഒരു വിഷയത്തെക്കുറിച്ച് വിശദമായി മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ പഴയതായ ടൂത്ത് ബ്രഷ് ആണെങ്കിൽ വായിലെ അഴുക്കുകൾ ശരിയായി നീക്കാൻ കഴിയുകയില്ല. ഇത് കാരണം പല്ലുകളിലെയും മോണയിലെയും ബാക്ടീരിയ കൂടുതലായി പ്ലോക്ക് അല്ലെങ്കിൽ ടാർട്ടാർ അടിഞ്ഞുകൂടുകയും ചെയ്യും. ദീർഘകാലം ഇത് തുടരുകയാണെങ്കിൽ പല്ല് പൊഴിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. മാത്രമല്ല ബ്രഷിന്റെ ബ്രിസിൽസ് വളഞ്ഞിരുന്നാൽ ഇത് മോണയ്ക്ക് കൂടുതൽ പ്രഷർ നൽകുകയും മോണയിൽ വേദന, ചുവന്ന നിറം, മോണ വീങ്ങുക, ബ്ലീഡിംഗ് എന്നിവയ്ക്ക് കാരണമാകും. പെരിഡോണ്ടൈറ്റിസ് എന്ന ഗുരുതരമായ മോണരോഗം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ പല്ലുകളെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന എല്ലുകൾ നശിക്കാനും പല്ലുകൾ ഇളകാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ടൂത്ത് ബ്രഷുകൾ 3-4 മാസം കൂടുമ്പോൾ മാറ്റേണ്ടത് അനിവാര്യമാണ്. ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്.